നിബന്മാരുടെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ മുമ്പാരയ്ക്കുമോൾ I now appoint you governor all over Egypt. The king removed from his finger ring engraved with the royal style and put it on Joseph's finger. He put a fine line rope on him and placed a gold chain around his neck. He gave him the second royal chariot to ride in, and his guard of Pharaoh went ahead of him and cried out, "Make way, make way." So Joseph was appointed governor all over Egypt. The king said to him, "I am the king, and no one in all Egypt shall so much as lift a hand or a foot without your permission." He gave Joseph the Egyptian name Japhenath Paneah, and he gave him a wife, Asenath, the daughter of Potiphera, a priest in the city of Heliopolis. Joseph was 30 years old when he began to serve the king of Egypt. He left the king's court and traveled all over the land. Barkimol. മാതാളവനായ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കിമോൾ. Jeremiah 1, 4 verses 12. The call of Jeremiah. The Lord said to me, "I choose you before I give you life. Before you were born, I selected you to be a prophet to the nations." I answered, "Sovereign Lord, I don't know how to speak. I am too young." But the Lord said to me, "Do not say that you are too young, but go to the people I send you to and tell them everything I command you to say. Do not be afraid of them, for I will be with you to protect you. The Lord have spoken." When the Lord stretched out his hand, touched my lips, and said to me, "Listen, I am giving you the words you must speak. Today I give you authority over nations, approved and to build and to plant." The Lord asked me, "Jeremiah, what do you see?" I answered, "A branch of an almond." "You are right," the Lord said, "and I am watching to see that my words come true." Barakimol.
നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വപിതാവോടൊപ്പം ജീവനെഴും സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ഹൈസോനോ കാദിശാദുലോ മോയുസോ ദശലഫുലോ ഫൈന സറാഹമേലാ കാദിശാദു ഹൈസോനോ കാദിശാദുലോ മോയുസോ ദശലഫുലോ ഫൈന സറാഹമേലാ കാദിശാദു ഹൈസോനോ കാദിശാദുലോ മോയുസോ ദശലഫുലോ ഫൈന സറാഹമേലാ കുറിയേലായിസോൻ 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ് ലീഗ പൊതുവിൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോ സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്തേ യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിനെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്.
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയൊഴുകുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഹബീബായി ബാറയ്ക്കുമോ. പൗലോസ്ലീഹാധന്യൻ ചൊൽകേട്ടേ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരമുപദേശങ്ങളവോ പാറിൽ മുളച്ചു പറക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാരയ്ക്കുമോർ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. You therefore, my son, be strong in the grace that is in Jesus Christ, and the things that you have heard from me among many witnesses, commit these to faithful men, who will be able to teach others also. You therefore must endure hardship as a good soldier of Jesus Christ. No one engaged in warfare entangles himself with the affairs of this life, that he may please him who enlisted him as a soldier. And also, if anyone competes in athletics, he is not crowned unless he competes according to the rules. The hard-working farmer must be first to partake of the crops. Consider what I say, and may the Lord give you understanding in all things. Remember that Jesus Christ, of the seed of David, was raised from the dead according to my gospel, for which I suffer trouble as an evildoer, even to the point of chains. But the word of God is not chained. Therefore I endure all things for the sake of the elect, that they also may obtain the salvation which is in Christ Jesus with eternal glory. This is a faithful saying. For if we died with him, we shall also live with him. If we endure, we shall also reign with him. If we deny him, he also will deny us. If we are faithless, he remains faithful. He cannot deny himself. Ahai barakimor. Hallelujah, hallelujah. സ്തുതി ബലികളാണ് ചേരിടുവിൻ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതിച്ച് മദ്ബഹാമുൻപിൽ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായ തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ഉയർപ്പിന്റെ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശുദ്ധരെ ഏറ്റുപറയിച്ചു പറയുന്നു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് അവർ ഇരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യേശു അവരോട്, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ തോമസ് അവരോട്, അവൻ്റെ കൈകളിൽ ആണിപ്പാട് കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമസും അവരോട് കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമസിനോട്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നോക്കുക, നീ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു. ഇവ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ മശിഹായാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു. ബാർക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സന്ദേഹിച്ചതിനാൽ പാടി സന്ദേഹം തീർത്ത മാർത്തോമാതൻ സ്മൃതി നിത്യം ഘോഷിച്ചിടാതെ കുമ്പിട്ടേവം താനേറ്റു പറഞ്ഞ ഭംഗം കൂടാ ദേഹസുതൻ നീതാൻ സത്യം നീ മമ കർത്താവും സർവേശനുമല്ലോ. കണ്ടാലും തൽസ്മൃതി സഭയിൽ കൊണ്ടാടിയിടുന്നു. ഹല്ലേലൂയ. തൽ പ്രാർത്ഥന ശരണം. Barkimos taumen galos. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേത്ലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും പരസ്യമായ ഗോകുൽത്തായിൽ ആഘോഷിക്കുകയും വെണ്മയുള്ള ആചാരത്വം ശുശ്രൂഷിക്കുകയും സകല ജാതികളും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നതിനുമായ കർത്താവിന് സ്തുതി.
ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വെച്ച് നിന്റെ ശരീര രക്തങ്ങൾ വിഭജിക്കപ്പെട്ട സകല ജാതികൾക്കും അവ നൽകപ്പെടുന്നു. നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ അവ മതിയാവുകയും ചെയ്യുന്നു. ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട ആചാര്യകളാൽ കുന്തിരിക്കം വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താതി കർത്താവും മഹത്വത്തിന് നാഥനുമായ മെസ്സിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല ഭൗമിക കന്യക അത്ഭുതമാം വിധം പ്രസവിക്കുകയും ബേത്ലഹേം ഓഫർത്ത സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവ്വം വാഞ്ചിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുൽത്താ ഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വമനസാലെ ബലിയായി തീരുകയും തന്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ, ധാരാളമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്ണനീയമായ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധയുമായ ദൈവമാതാവാകുന്ന മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹോദയന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ. വിവേകമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ.
അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ. ആചാര്യത്വ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ. ഭൂതലത്തിൽ നിന്റെ സമാധാനം വാഴുമാറാകണമേ. രോഗികളെ നീ സന്ദർശിച്ച് സൗഖ്യം നൽകണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും, ബന്ദികൾക്ക് സ്വാതന്ത്ര്യവും, വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ. ഈ ആചാരിത്വ ശുശ്രൂഷ വിശ്വാസപൂർവം നീ വരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ എനിക്ക് യഥാർത്ഥ ആചാര്യന്മാർക്ക് ഉചിതമായ നടപടികൾ നൽകണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപാപൂർവം നീ എനിക്ക് ഭരമേൽപ്പിച്ചു തന്നിരിക്കുന്ന താലന്തിനെ നിന്റെ പ്രചോദനത്താൽ എന്നിൽ കൂടെ വ്യാപരിച്ചു കൊള്ളണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരോട് കൂടെ നിന്റെ കരുണയാൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങൾ അളവില്ലാത്തവയുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. ഹോശോ വബുകുല കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ളയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. والمن أولام والمين آمين. abdo mahilo hatoyo ene bimar khadi is abo khadiso. Amen. Lafurmodhato Abded Ghadhoe Sraham Wal Nafsosat Wal Nafsoso Dabohai Dahai Vadrabonan Vadmalponan Vadanidain Vatkulhunanin Haine Gilde Deito Dilo Khadisto Batrayun Olmen Volam Valmi ബാരിക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട യാജാന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യദൈവവും ജനിച്ചവനും ശീലാത്തവനും സാരാംശത്തിനോടെ സമത്വമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യർക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധമായ ദേവമാതാവായ ശരീരയായ ദൈവം മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ വലതുഭാഗത്ത് വരുന്നവനും ജീവനുടെയും മരിച്ചവരെയും വരുവാൻ തന്റെ വലിയ മോത്തത്തോടെ നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവെന്ന് പറയപ്പെട്ടെ പിതാവിനോടും പുത്രനോടും കൂടെ നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും ജീവനും വിശുദ്ധങ്ങളെ കുറുവാനും കാതോലികവും സ്നേഹവുമായ
ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു ഞങ്ങളേറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും ഒരുപാട് നിൽക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നത പദവിയിലേറിതാ ഇന്നീപ്പോഴി ആചാര്യൻ, അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും അലിവിന്റെയും സമയം താ. സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ. സമീപസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം താ. അതിനാൽ സോദരരെ വരുവീൻ, ഒരുപോൽ കരുണയിരന്നീടാം. നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്യുക കനിവാൻ. നാഥ ഉത്തരമരുളി ചെയ്, അടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. നാം എല്ലാവരും ഒത്തൊരുമി അട്ടഹസിച്ചുര ചെയ്യണം. ബാരക്കുമോർ സ്തോമൻ ഗാലോസ് സകലത്തിന്റെയും ഉടയവനായ ദൈവമേ, നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായ ഞങ്ങളെ ഈ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുലസ്വാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാരക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലേ ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം
കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിനു ശേഷം കണ്ണുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾ തലകുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും വലിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോട് കൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ വബകുലസ്വാൻ വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ വലിയ അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി തീരണമേ. ഓശോ വബകുലസ്വാൻ ബാരക്കുമോ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ മുടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാനയും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാദം വരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്ത് യുക്തവും ന്യായവുമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും റീശന് വോസന്മാരും ശുൽത്തോനന്മാരും മൗത്തുബേന്മാരും മോറാവോസന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് ഖാദീശ് പാടുന്നവരായ ആറാറ് ചിറകുള്ള ശ്രോപ്പേന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മൗത്തപ്പെടുത്തുന്നവനെ നമുക്കും മൗത്തപ്പെടുത്താം. വാം ഖാദീശൻ ഖോയേ ഉമറി പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽ ഓലാം വൽമീ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽ ഓലാം വൽമീ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ എന്ന് താൻ കൽപ്പിച്ചു. ആദാമോ ദോസനോ പുനരാഗമനം കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിനും വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലിയെ ഞങ്ങൾ നിനക്ക് അണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കേൾക്കണമേ, അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സ്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരുവ സ്വർഗമാകുന്ന മേലുനേരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പുണ്യാവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. എന്നോട്
ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. പരിശുദ്ധ റൂഹാ വസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മെസ്സിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മെസ്സിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ഇവ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവർത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബകുല സുബാൻ ലൗൽ മീ. ബാറയ്ക്കുമോർ ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കിസന്മാരായ മോറാൻമാർ ഇഗ്നാത്യോസിനു വേണ്ടിയും മോറാൻമാർ ബസേലിയോസിനു വേണ്ടിയും മോറയന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ ദിമെത്രിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലൗൽ മീ. ബാർക്കിമോർ സശുക ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാകപ്പെട്ട് നിന്നലാശിക്ക് വേണ്ടിയും വേഗത്തിൽ ഞാൻ ദർശയ്ക്ക് വേണ്ടിയും ഈ നാളിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ടും നിസ്സാരവും ബലീനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികൾ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അവർദ്ധ ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ.
നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായി നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീ സഭകളെയും ധീരങ്ങളെയും സത്യവിശ്വാസത്തിൽ നിന്ന് എത്തിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ബന്ധക്കത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘം ക്രിസ്ത്യാനി സഹമരണം സുഖത്തിലായി ചെയ്യാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായി നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീ ബാരിക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി ഭക്ഷിതന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാർ യുഹാനോൻ മാബ്ദാനായും ഷെമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്റ്റെഫാനോസിനെയും സ്ലീഹന്മാരിൽ തൽവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോൽ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുൻപാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോട് കൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായി നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും നിന്റെ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീ ബാറയ്ക്കുമോർ സ്ലൈയവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോട് മുമ്പോട്ട് നിദ്ര പ്രാപിച്ചു വിശ്രമിക്കുന്നവരെയും നിഖായിലും കുസ്തന്തീനോസ് പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽവാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായി ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർശലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സാദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവന്യാസിയോസും അത്താനാസിയോസും യോലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമത്യോസും പീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേ ശുമിശിയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രഗീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും
പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് വർദ്ധാനായും മാർ അബ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അവഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രം ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാൻ ബാരക്കുമോ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഇടുവിനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല പരേതരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടെന്നായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ടെസ്റ്റ് പറയണം. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകലമനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാത്ത നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനിയും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായോട് കൂടെ സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബകുല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
റഹ്മാവോ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിയാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിസ്മയസഹിതം കബറുപൊളിഞ്ഞു നരകം വിലപിച്ചു പ്രലപിത നാരികളവിടെയടൻ ആരാഞ്ഞു. കർത്തൻ തന്നോടെ ദേഹത്തെ നീക്കിയോ യുധകബറിന്നും വീരനാം തന്നുത്ഥാനം അത്ഭുതമാം. ദ്യുതിമയനാമാലാകർഷണം അറിയിച്ചു നാരികളെ മശിഹാരാജൻ ബോധിതനായി പോകുവിനറിയിച്ചിടുവേ ഗലീലയ്ക്കായവൻ പോയെന്ന് കാണുമവിടുത്ഥാനത്തിൻ അത്ഭുതങ്ങൾ. വിമലത നിറയും നാരികളെ സദ്വാർത്ത കേട്ടപ്പോൾ ശീലന്മാരുടെ സവിതമടൻ ഓദിയവർ മശീഹമരണത്തെ കൊന്നു ബന്ധിതരെയും വിടുവിച്ചു കർത്തൃദർശനമതിനായി പോയിടുവിൻ. ഗലീല തന്നിൽ മേളിച്ചു സ്ലീഹന്മാർ 11 ഉദ്ധിത മണവാളനെ അവരും കണ്ടവിടെ. സൈത്തിൻ പർവ്വതമതിലേറി വാഴ്ത്തി താനം ബരമേറി പാകലിതായേ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാലന കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹായുടെ പിതാവാം ദൈവമേ, ക്രൂപേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപ്പേന്മാർ നിനക്ക് ഖാദീശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ 1000 ആയിരങ്ങളും
പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായി നിനക്കർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ബർക്കുമോർ ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുലസ്വാൻ ലവൽ മീർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും അണുക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കണ്ണുകൾ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുലസ്വാൻ ലവൽ മീർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്ത്യവും വന്യവും സാരാംശത്തിൽ നോടൊന്നായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരിക്കുമോ ഭയത്തോടും വിരലോടും കൂടെ നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധനില്ല. ജീവനുള്ള വിശുദ്ധനായിരിക്കും. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം
ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിമാരെന്നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാവ് ഹാലേലൂയ. നിൻവലമാം രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻജനമോർക്കായി പിതൃഗ്രഹവും ബാരക്കുമോ. സുബ്ഹോല ബോല ബ്രോവൽ റൂഹോ ഖാദീശോ മിൻഓലം വാദാമിൽ ഓലം വൽമീനാമേ. ഭക്തർ പുകഴ്ച ഭാജനമേ തൃക്കരങ്ങളിൽ അലിവാദാൻ ഭക്തരപേക്ഷയടക്കേണം. സൗമൻ കാലസ്കുറിയേലായേസോ. മന്നമകൾക്കായി സമാധാനം വന്നേദൂതവരെ നിന്നോടു കൂടെ നിന്നുദയമതും പാലിക്കുമോ. അഖില ജഗൽപതിയേ അതിബഹുമാനിച്ചു മറിയാം വലുതാം പടവായ്താൻ മുറിയോരാഹിൻ മേലൈനുവാതായേ. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ നീതിമാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലെബനോന്റെ കാരകിൽ വൃദ്ധയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാരക്കുമോ. ഓലം വാദാമി ഓലം വൽമീനാമി. ഒരു പോലിംഗും മാർ സ്തേഫാനോ സഹദാ ഉന്നേമേലും നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. സൗമൻ കാലസ്കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർ ഗ്രിഗോറിയോസ്. പതുവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കായി. ഇമ്പമെഴും നിൻ പാട്ട് ശ്രദ്ധിച്ചിടും നീൻ. നാടുകളെ മോശെ പോൽ കൈ
ബാർക്കുമോ ശുഭഹോല മോല ബ്രോവൽ റൂഹോ ഖാദീശോ നിന്നെ വരീശോരു താതേനും മോർദിവന്യാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതേനും സ്തോത്രം നിന്നെ മൂടി ചൂടിടുന്ന റൂഹാവന്യേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകെ മേലൈനുവാദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതൽനേക്കു തന്നെ ആമേൻ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ. ഇൻഡീഡ് ഹി ഈസ് റിസൺ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച ഉയർപ്പിൻ്റെ വലിയ പെരുന്നാളായിരുന്നു, ദി സൺഡേ ഓഫ് റിസറക്ഷൻ. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ നാം വായിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ വേദഭാഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിന് ശേഷം യേശു പ്രത്യക്ഷപ്പെടുന്നതായ പല സംഭവങ്ങളെ പറ്റിയാണ്. സോ ദീസ് ആർ ബേസിക്കലി കോൾഡ് ആസ് ദി പോസ്റ്റ് റിസറക്ഷൻ ഇവൻറ്റ്സ്. ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint John the Theologian, chapter 20, verses 19 to 31 onwards. ഇവിടെ നാം വായിച്ചു കേട്ടത് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ഒരടച്ചിട്ട മുറിയിൽ ശിഷ്യന്മാരെല്ലാം ഒരു മുറിയിലുണ്ടായിരുന്നു. അവിടെ യേശു ക്രിസ്തു വന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി അൺടു യു. ശിഷ്യന്മാരെല്ലാം ഭയന്നും സന്തോഷത്തോടുകൂടെയും അവിടെ ഇരിക്കുന്നതായി നമുക്ക് കാണുകയും ചെയ്യും. എന്നാൽ ഒരു ശിഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അതാരായിരുന്നു? സെയിന്റ് തോമസ്, the apostle of who is he? The apostle of who sent him? Apostle means one who has sent. Who sent him? Jesus Christ. Where did he come? To India. അല്ലേ? ആ സെൻറ്റ് തോമസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒത്തിരി തോമസുകളുണ്ട്. എന്നാൽ നമ്മൾ ഈ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹായെ പറ്റിയാണ്. You got it? So Saint Thomas wasn't there in the closed room. Only 11 disciples and few women. ഇങ്ങനെ ഇരിക്കുന്നിടത്താണ് യേശു ക്രിസ്തു വന്ന് പറഞ്ഞത്, പീസ് ബി അൺടു യു, സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ശിഷ്യന്മാരെന്ത് പറഞ്ഞു? വളരെ സന്തോഷമായിരുന്നു, ഭയന്നു. അതിനുശേഷം ആ ഇവൻ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ തോമസ് ലീഹയോട് പറയുന്നു, ഞങ്ങൾ ആരെ കണ്ടു? കർത്താവിനെ കണ്ടു. വി സോ ദി റിസറക്റ്റഡ് ക്രൈസ്റ്റ്. എന്നിട്ടും തോമസ് ലീഹ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവനെ നേരിട്ട് കാണുകയും അവൻ്റെ മുറിവുകളിൽ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവനെ വിശ്വസിക്കാം എന്ന് പറയുന്നു. ഇതാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ്റെ ഒരു സാരാംശം. അവിടെ വിശ്വാസ പ്രഖ്യാപനം കൂടെ നടക്കുന്നു. എന്തുവാണ് വിശ്വാസ പ്രഖ്യാപനം? നമ്മുടെ സഭയുടെ പതാകയിലെല്ലാം എഴുതിയിട്ടുണ്ട്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള. ഈ വേദഭാഗത്തിൽ നാം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയും വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായി യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന ഒരു ചിത്രീകൃത രൂപങ്ങളുണ്ട്. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 6 days, 7 days, isn't it? എന്നാൽ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നു, 8-ാം ദിവസം യേശു ക്രിസ്തുവിനെ കാണുന്നു. 8-ാം ദിവസത്തിൻ്റെ ഒരു ഗുണം എന്താ? 8 ദിവസം ഉണ്ട് ഒരാഴ്ച? ഇല്ല. 7th day കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ് 1ലേക്ക്. എന്നാൽ സെയിൻറ്റ് ജോൺ ഹൈഡ്സ് മെസ്സേജസ് വിത്തിൻ ഹിസ് വേർഡ്സ്.
He plays with words. പരീശനായ നിക്കോദിമോസ് അന്ധകാരത്തിൽ വന്നു. That means he was representing the people in the dark. So there is hidden messages within this gospel. That is why we call Saint John the theologian. He hides messages within words and lines. അതുകൊണ്ട് തന്നെ ഇവിടെ 8-ാം ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ there is a new beginning. തോമസ് ലീഹായ്ക്ക് ഉണ്ടാകുന്ന ഒരു പുതുമയുടെ ഒരു അനുഭവത്തെയാണ് 8-ാം ദിവസം കാണിക്കുന്നത്. A separate day. We will consider it as the first day, but for Saint Thomas it was the 8th day. നോർമലിൽ നിന്ന് ഒരു എക്സ്ട്രാ നോർമലിലേക്ക് അല്ലെ അബ്നോർമൽ മെത്തേഡിലേക്കാണ് സെയിൻറ്റ് ജോൺ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, തോമസ് ലീഹായ്ക്ക് 8 ദിവസം എടുത്തു യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ. എന്നാൽ നമ്മൾ ഇത്രയും വർഷങ്ങളായി വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും എല്ലാം കൂടി ദൈവത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആർക്കെല്ലാം യേശു ക്രിസ്തുവിനെ മനസ്സിലായി? ഹൗ മച്ച് ഡു യു നോ അബൌട്ട് ക്രൈസ്റ്റ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്രൈസ്റ്റ്? വാട്ട് ഈസ് യു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ക്രൈസ്റ്റ് എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കണം. നമുക്ക് യേശു ക്രിസ്തുവിനെ എത്രമാത്രം അറിയാം? നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് തോമസ് ലീഹായ്ക്ക് വിശ്വാസമില്ലാത്തവനായിരുന്നു. ഇവിടെ നമുക്കറിയാം, അടച്ചിട്ട മുറിയിൽ 11 പേർ ഒരുമിച്ചിരിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് ഭയന്നിരിക്കുകയായിരുന്നു. ആരെ ഭയന്ന? ദി ജ്യൂസ്, യഹൂദന്മാരെ ഭയന്ന് ഇതെല്ലാം അടച്ചു പൂട്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുക. ഭയമാ, തുറന്നിടാൻ പേടിയല്ല. എന്നാൽ അവിടെ തോമസ് ലീഹ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? സെയിന്റ് തോമസ് ഡിഡ് നോട്ട് ഫിയർ ടു സേ ദാറ്റ് ഹി വാസ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുക തോമസ് ലീഹ. പത്രോസിനോട് യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ചോദിച്ചാൽ പത്രോസ് പോലും പറഞ്ഞില്ല. എന്നാൽ തോമസ് ലീഹായ്ക്ക് പേടിയില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങി നടക്കുക. ഞാൻ അവൻ്റെ ശിഷ്യനാണ്, എവിടെങ്കിലും വെച്ച് അവൻ പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഭീതിയില്ലാതെ പേടിയില്ലാതെ തോമസ് ലീഹ പുറത്തിറങ്ങി നടക്കുക. എന്നാൽ യേശു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി ഈ സഹോദരങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നു. പേടിയില്ലാത്ത തോമസ് ലീഹയുടെ മക്കളാണ് നാം ഓരോരുത്തരും എന്ന് ആദ്യമേ തന്നെ നമ്മൾ ഓർക്കണം. വി ആർ staunch believers of Orthodox Church, but still do we know who Christ is? ആരാണ് നാം ഓരോരുത്തർക്കും ക്രിസ്തു എന്നുള്ള ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. But remember, for many, Jesus Christ is a miracle worker, wonder worker. പലർക്കും യേശു ക്രിസ്തു ഒരു മജീഷ്യനാണ്, പലർക്കും യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ്, പലർക്കും യേശു ക്രിസ്തു ഒരു സോഷ്യൽ റെവല്യൂഷണറിയാണ്, അന്നത്തെ ഇൻജസ്റ്റിസിനെതിരെ പറഞ്ഞ ഒരു വ്യക്തി എന്ന് മാത്രം. എന്നാൽ നിങ്ങൾക്കും എനിക്കും യേശു ക്രിസ്തു ആരാണ്? Who is Christ for me? What is your understanding about Christ? പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പുത്രനാം ദൈവമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. He is God. He is the Son of God. A better term than Son of God is God the Son. അവൻ ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. So in English, it is better, the Orthodox Church focuses on God the Son rather than Son of God. ദൈവം പുത്രനാം ദൈവമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ പറ്റി അറിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. തോമസ് ലീഹായ്ക്കുണ്ടായ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ഒരു 10 മാസം പ്രായമുള്ള അല്ലെ 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ മേളിൽ നിന്ന് നിർത്തിയിട്ട്, എഡ്ജിൽ നിർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ താഴെ നിന്ന് വിളിക്കുക, ചാടുമോനെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ചാടും. കാരണം കുഞ്ഞിന് ആ അമ്മയോടുള്ള വിശ്വാസമാണ്. എന്നാൽ 10 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ മേളിൽ ഇരുത്തിയിട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞാൽ ചാടുമോ? ചാടത്തില്ല. കാരണം കുഞ്ഞിനുള്ള അമ്മയോടുള്ള വിശ്വാസം, ആ വിശ്വാസമെങ്കിലും കുഞ്ഞുങ്ങളെ പോലെ ആകുവാൻ യേശു ക്രിസ്തുവിന് അതിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എടുത്ത് ദൈവത്തിങ്കിലേക്ക് ചാടുവാൻ ആ വിശ്വാസമാണ് നാം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അപ്രേം പിതാവ്, സുറിയാനി പിതാവ്, വലിയ പിതാവ് ഓർത്തഡോക്സ് സഭയുടെ, അദ്ദേഹം പറയുന്നത് വിശ്വാസമില്ലായ്മയാണ് മനുഷ്യൻ്റെ ആദ്യത്തെ പാപം. പലപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്നത് അനുസരണക്കേടാണ്. ഡിസോബീഡിയൻസ് ഇസ് ദ ഫസ്റ്റ് സിൻ. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ സേ ടു യു ദാറ്റ് ഡിസ്ബിലീഫ് വാസ് ദ ഫസ്റ്റ് സിൻ മാൻ മെയ്ഡ്. കാരണം ആദമിനോട് ദൈവം പറഞ്ഞു, ആ മരത്തിൽ നിന്ന് ഫലം കഴിക്കരുത്. ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ദൈവം അതിൻ്റെ റിസൾട്ടും പറഞ്ഞു, അത് കഴിച്ചാൽ നീ മരിക്കും.
എന്നാൽ സാത്താൻ പറഞ്ഞു, നീ അത് കഴിച്ചോ, നീ ദൈവത്തെ പോലെയാവും, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ആദാമിന് ആരിലാ വിശ്വാസം ഇല്ലാതിരുന്നേ? ദൈവത്തിൽ. അതിനുശേഷമാണ് അനുസരണക്കേടിലേക്ക് ആദം പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യത്തെ പാപം വിശ്വാസമില്ലായ്മയാണ്. തോമാസ് ലിഹായ്ക്കുണ്ടായ വിശ്വാസം, അതിലുള്ള ഏറ്റുപറച്ചിൽ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ക്രിസ്തുവിനെ എത്രമാത്രം അറിയാൻ സാധിക്കുന്നു, ആ അറിവിനെ വളർത്തുവാൻ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ തോമാസ് ലിഹായെ പോലെ നമുക്ക് പറയാൻ പറ്റൂ, ഓ കുറിയോസ് ഓ തെയോസ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. രണ്ടാമതായി നാം ഇവിടെ കാണുന്നത് തോമാസ് ലിഹയുടെ വിശ്വാസത്തെ മനസ്സിലാക്കുന്ന രീതിയാണ്. ആദ്യം തോമാസ് ലിഹ പറയുകയാണ്, എനിക്ക് അവനെ കാണണം, പിന്നെ അവൻ്റെ മുറിവുകളിൽ സ്പർശിക്കണം. നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതി പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ ഒരു മനുഷ്യനെ പൂർണ്ണമായി പഠിക്കണമെങ്കിൽ 3 രീതികളാണ്, 3 ലെവൽസാണ്. ആദ്യം അവനെ കാണണം, രണ്ടാമതായി അവനെ തൊടണം, മൂന്നാമതായി അവനെ അനുഭവിക്കണം. ഫസ്റ്റ് ഇസ് ദർശനം, ദാറ്റ് ഇസ് വിഷൻ. സെക്കൻഡ് ഇസ് സ്പർശനം, ദാറ്റ് ഇസ് ടച്ച്. തേർഡ് ഇസ് അനുഭവം, ദാറ്റ് ഇസ് എക്സ്പീരിയൻസിങ് ഫ്രം വിത്തിൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. ടേസ്റ്റിലൂടെ എന്തോ എല്ലാ സെൻസസും വർക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഇസ് ഗുഡ്. കർത്താവ് നമ്മുടെ ദൈവത്തെ രുചിച്ചറിവിൻ, അവൻ നല്ലവനാണ് എന്ന്. അതുകൊണ്ട് തന്നെ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയായിരുന്നു ഏപ്രിൽ 5-ാം തീയതി, കഴിഞ്ഞ ആഴ്ച ഇപ്പം നടത്തിയതേ ഉള്ളൂ. തിരുമേനിയുടെ എല്ലാ പ്രസംഗങ്ങളും മിക്കവാറും പറയുന്ന ഒരു കഥയുണ്ട്. ഒരു പഞ്ചസാര എന്ന പേപ്പറിൽ എഴുതിയിട്ട് അതിനെ കഴിച്ചാൽ പഞ്ചസാര രുചി അറിയത്തില്ല. വി ക്യാൻ നോട്ട് understand or experience a sugar if we write it on a paper and eat it. You can have an understanding when you see it. You can have another understanding when you touch it. But when you taste it, you will have an experience of sugar. That is what Saint Thomas teaches us, to experience Christ in ourselves. Christ was an experience in the life of Saint Thomas. തോമസ് ലീഹായുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു അനുഭവമായി മാറിയതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു ഒരു അനുഭവമായി മാറണം. നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് കൂടിയിരിക്കുമ്പോൾ എത്ര പേര് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഉന്നത പദവിയിൽ ഏറിയതാ ഇന്നീ പോളിയാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. ഇവിടെ വന്നിരുന്നാൽ പോരാ, അനുഭവിച്ചിടുന്നവർക്ക് മാത്രമേ ഈ കുർബാന ഈ പദവിമേൽ കയറി നിൽക്കുന്ന അച്ഛൻ അർപ്പിക്കുന്നുള്ളൂ. ദേവാലയത്തിൽ മാത്രം വന്നാൽ പോരാ, യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കാളികളാകണം. വി നീഡ് ടു ബി പാർട്ടേക്കേഴ്സ് ഇൻ ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും ബാറക്കുമോ ശുചിയോട് ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്വ വസിക്കണം. സൗമൻ കാലോസ് കുറിയൽ കർത്തൃ സ്നേഹാശിശുശീച്ചോര ദേവാകാരേ ബാരക്കും
ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേകേണമേ മുറിയോറാകെ മോലൈനുവാദാരെ ആചാര്യേശ ശരണർപ്പിച്ചോർ ആചാര്യന്മാർ കേകുക പുണ്യം നാദസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനുതുല്യം കരുണനാകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ പാറിക്കുമോ ബഹുല പോലെ പറോവൽ റൂഹോ കാദീശോ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനേ ജീവാസരമതുണർത്തണമേ കബരീനുദ്യാനത്തീന സൗമൻകാലസ്കുരിയേലായി ഉയരേകുന്നോൻ രാജാവുയരത്തെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ അവരവരോട് എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീണ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ടു മരിച്ചതു ഞാൻ എന്നും കാത്തരുളിന്നു മുറിയോറാകെ പരമത്തിനൊരു കർത്താവേ കൊള്ളലും കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈകൊണ്ടേടേണം. എന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. കർത്താവേ നിന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും എന്റെ ദുർമോഹങ്ങൾ ക്ഷമിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ കർത്താവും ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. രക്ഷകനുരചിത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശുദ്ധ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമെഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. താവക ഗാത്രത്താൽ
കൈക്കൊണ്ടതു മൂലം അന്ത്യദിനേ ഞങ്ങൾ വിധിച്ചിടരുതേ. രക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥാ. നിന്മേ രക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥാ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥാ വന്ദിക്കുന്നടിയാ. സത്യം കാക്കുന്നു ഉത്തമ വിധിനാഥാ. കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. രക്ഷകനു രചിത എന്നെ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനേ ഞങ്ങൾ വിധിച്ചിടരുതേ.
തവമേരക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നതും സ്തുതിക്കപ്പെടുന്നതുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേമാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവാം യേശുമശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദകുലൻ റാഹേ മലായ് നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോനൽ ശരണം നീയേ, മൃതതനുയർപ്പും നീ തന്നെ. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽ മറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ
നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കണ്ണുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലവൽ മീൻ. ആമേൻ. ദൈവപദം ബദമാനവനേകാൻ മാനവനായാൻ വചനമെടുത്തൊരു ദേഹം സ്വന്തമാതാക്കി മഹേശൻ മാനുഷദേഹം പരവതനാക്കി ഉയർത്തെഴുന്നേറ്റാൻ നരനീശ്വരനായി ബന്ധിതമുറിയിൽ താനേ പൂകി. മാറ്റി ഉയർപ്പാൽ തോമാശ്ലീഹ തൻ സന്ദേഹം തിരുമുറിവിൻ വടു തൊടുവിക്കുകയാൽ സുസ്ഥിരനാക്കി മഹിതപ്രഭയോടു കല്ലറ വിട്ടൊരു നിഖിലേശ്വരനേ പാപം മൃതിയൻ ഇവയിന്നിവരെ പാലിക്കേണമേ. എട്ടാം നാൾ തോമാ സ്ലീഹാസഹിതം വാതിലുകൾ സർവം ബന്ധിച്ചിട്ട് വെൺമാടം തന്നെ മേവും നേരം പന്തിരുവർഗീശോ കാണപ്പെട്ടു. സെലൂൻ, ബെശ്ലോമോ, ആഹായ്, ഹബീബായ്. വാത്സല്യ സഹോദരങ്ങളെ, പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ വാങ്ങിപ്പോയരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്തോടുകൂടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വന്ദിതനാകും ആചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയാണ് ചോരി ബലിയെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കുരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വരുന്നൊരുക്കുന്നു.
എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. നിങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും കൃപ അറിയമേ, എനിക്ക് സമാധാനം. അതിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെടുന്ന നീയാവുന്നു. എൻ്റെ പറ്റുമ്പോഴായ കർത്താവേ സ്മരിക്കുക വാഴ്ത്തപ്പെടുവാനാവുന്നു. ശുദ്ധളവനെ ആശ്രമത്തോടെ എന്തുമരാൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും ദൈവം അന്വേഷിച്ചോളണമേ. ആമേൻ.